മൈ ക്യൂട്ടീസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനൊരു 3-4 ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും എനിക്ക് ഒരു കോണ്ടന്റും കിട്ടാണ്ടിരുന്നിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഒരു സ്റ്റഡി വ്ലോഗ്, സ്റ്റഡി ടിപ്സ് കൈൻഡ് ഓഫ് ഇടാമെന്ന്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ യെസ്, നമ്മൾ +1 കോമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഓക്കെ, സോ ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഞാനൊരു ഡയറി എടുത്തിട്ട് അതിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതിച്ചിട്ടുണ്ട്, മറന്നു കാണിക്കാൻ. കുഴപ്പമില്ല, അത്യാവശ്യം എനിക്ക് മെമ്മറി പവറുള്ളതുകൊണ്ട് കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ബട്ട് നമുക്ക് കുറച്ച് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ വിചാരിച്ചു. ഗൈസ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിലേക്കാണ് നോക്കണം. ഐ ഷുഡ് ലുക്ക് അറ്റ് ദി ക്യാമറ, റൈറ്റ്? കീപ് ഇറ്റ് ഇൻ മൈൻഡ് എന്ന് വെച്ചാൽ കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, സോ ഫസ്റ്റ് കോമേഴ്സ് സ്റ്റുഡൻറ്റ്. ഞാനൊരു കോമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് കോമേഴ്സിനെ പറ്റി അറിയുള്ളൂ. ഐ ഡോണ്ട് നോ അബൌട്ട് സയൻസ്, ഹ്യൂമാനിറ്റീസ് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ കോമേഴ്സിനെ പറ്റിയാണല്ലോ വീഡിയോ ചെയ്യാം. ഓഫ് കോഴ്സ് ഐ എം എ കോമേഴ്സ് സ്റ്റുഡൻറ്റ്, റൈറ്റ്? അപ്പോൾ കോമേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 6 സബ്ജക്റ്റ് ഉണ്ടാവും എല്ലാത്തെയും പോലെ. ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് വേർക്കാണ്, ഫാമിലിയാണ്. അപ്പുറത്തെ റൂമിൽ പോയി ഷൂട്ട് ചെയ്യായിരുന്നു, പക്ഷേ ഇവിടെയാണ് കുറച്ചുകൂടി ലൈറ്റ്. ഓക്കെ, അപ്പം ഞാൻ എന്താ പറയുന്നത്, 6 സബ്ജക്റ്റാണ് +1 വരുമ്പോൾ. 5 മെയിൻ സബ്ജക്റ്റ്, 4 മെയിൻ സബ്ജക്റ്റ്, പിന്നെ ഒരു ഇംഗ്ലീഷ്, പിന്നെ ഒരു ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ് ഞാൻ എടുക്കുന്നത് സാൻസ്ക്രിറ്റ് ആണ്. പിന്നെ അതല്ലാതെ ഹിന്ദി, അറബി ഒക്കെ ഉണ്ട്, മലയാളം ഒക്കെ ഉണ്ട്. ഞാൻ എടുത്തത് സാൻസ്ക്രിറ്റ് ആണ്, ബിക്കോസ് ഞാൻ 5th തൊട്ട് 10th വരെ സാൻസ്ക്രിറ്റാണ് പഠിച്ചത്. പിന്നെ സാൻസ്ക്രിറ്റ് ഭയങ്കര ഈസിയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കാം. ഞാൻ എടുത്ത സാൻസ്ക്രിറ്റ് ആണ് ഗൈസ്. പിന്നെ ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പേര് പറയും നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റിൽ A+ കിട്ടിയാലും A+ പോകാൻ ചാൻസ് ഇംഗ്ലീഷാണ്. ഇറ്റ്സ് ആക്ച്വലി കൈൻഡ് ഓഫ് റൈറ്റ്, ബിക്കോസ് ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. നമ്മുടെ ലാംഗ്വേജ് റൈറ്റിംഗ് സ്കില്ലൊക്കെ വെച്ചിട്ടേക്കും ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. പിന്നെ ചില ടീച്ചേഴ്സൊക്കെ നമ്മൾ എത്ര ചെയ്താലും മാർക്ക് തരില്ല. അപ്പോൾ ഇംഗ്ലീഷിനെ പറ്റി നമുക്ക് ഫസ്റ്റ് പറഞ്ഞ ടിപ്സ് തുടങ്ങാം. ഇംഗ്ലീഷ് എപ്പോഴും പഠിക്കുമ്പോൾ ഞാൻ മിക്കതും ചെയ്യാവുന്ന ടെക്സ്റ്റ് വായിക്കും. ടെക്സ്റ്റ് ഒരു 3-4 പ്രാവശ്യമൊക്കെ വായിക്കുന്നത് ചിലവരൊക്കെ പറയാറുണ്ട്, പക്ഷെ ഞാൻ 1-2 വട്ടം, ചിലപ്പോൾ ഒരു വട്ടം, ചിലപ്പോൾ വായിക്കാറ് പോലില്ല. ഗൂഗിളിൽ നമുക്ക് സമ്മറി ചില ബിഗ് ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ +1 കുറച്ച് 2-3 ചാപ്റ്റർ ഭയങ്കര വലുത്, എനിക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ ഉണ്ട്. അതൊന്നും ഞാൻ വായിച്ചിട്ടില്ല ഇതുവരെ. സ്റ്റോറി ഞാൻ എൻ്റെ സമ്മറി ഗൂഗിളിൽ ജസ്റ്റ് നോക്കി പോയിട്ടുള്ളൂ. ബട്ട് താങ്ക് ഗോഡ് പബ്ലിക് എക്സാമിന് അധികം ക്വസ്റ്റ്യൻ വന്നില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ ഇടയ്ക്ക് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ രക്ഷപ്പെട്ട് പോവാം എക്സാമിൻ്റെ ടൈമിൽ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ചാപ്റ്റർ വായിക്കാം, പിന്നെ ടീച്ചേഴ്സ് നോട്ട് വന്നെങ്കിൽ അത് വായിക്കാം. പിന്നെ കുറേ പേര് ഗൈഡൊക്കെ വാങ്ങാറുണ്ട്. ഞാൻ ഗൈഡൊന്നും വാങ്ങിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ട്യൂഷനും പോയിട്ടില്ല, ഗൈഡൊന്നും മേടിച്ചിട്ടില്ല. പക്ഷെ അത് ഞാൻ റിഗ്രറ്റ് ചെയ്യില്ല ആ ഡിസിഷൻ. കാരണം അത്യാവശ്യം ഈസിയൊക്കെ ആണ് എക്സാമും. പിന്നെ അത്യാവശ്യം കൺസിസ്റ്റൻ്റായി പഠിച്ച് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം, വേറെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും. പിന്നെ എന്താ പറയാൻ, ഓക്കെ, ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ യെസ്, ഗ്രാമർ നന്നായി പഠിച്ചോളൂ. ഗ്രാമറിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം A+ ഉറപ്പാണ്. കാരണം എത്ര നമ്മൾ നന്നായി എഴുതിയാലും ഗ്രാമർ ഒരു 10-15 മാർക്സിന് വരും. അത് പോയാൽ നമ്മൾ അത്രയും മാർക്കും. പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാവും, എഴുതിയതിനും മാർക്ക് പോയാൽ അങ്ങനെ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണം. അതങ്ങ് മര്യാദയ്ക്ക് പഠിച്ചു പോയാൽ കുറച്ച് കൂളായിട്ടിരിക്കാം. അപ്പോൾ ഗ്രാമർ പഠിക്കാം. ഗ്രാമർ ഞാൻ പഠിക്കാറ് സൈലം നോക്കിയിട്ടാണ്. എനിക്ക് സൈലം ഇഷ്ടമാണ്. സൈലം ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സൈലമാണ് നോക്കാറുള്ളത്. സൈലം നോക്കിയിട്ട് പഠിക്കാം. പിന്നെന്താ ഇംഗ്ലീഷ് ഞാൻ പോയിന്റ്സ് ഒക്കെ എഴുതിച്ചു. ഓക്കെ, പിന്നെ കുറച്ച് നല്ല കോട്ട്സ് ഒക്കെ പഠിക്കാം. നമ്മൾ ലാസ്റ്റ് നല്ല അടിപൊളി കോട്ടൊക്കെ എഴുതിയാൽ സൂപ്പറായിട്ട് മാർക്ക് കിട്ടും. 10th ഞാൻ അങ്ങനെയായിരുന്നു. 10th ഫൈനൽ എക്സാമിൻ്റെ കാര്യം അറിയില്ല, ഫൈനൽ എക്സാമിന് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അതിനൊക്കെ. പക്ഷേ മോഡലിനൊക്കെ നല്ല അടിപൊളി കോട്ടൊക്കെ കാണാൻ പഠിച്ചെന്ന് സ്പീച്ചിൻ്റെ അടിയിലും എന്തെങ്കിലുമൊക്കെ അടിയില കോട്ടൊക്കെ എഴുതിയാൽ സൂപ്പറായിട്ട് മാർക്ക് കിട്ടും. ഞാൻ എന്തോ ബോർഡുമൊക്കെ നമ്മൾ സ്കൂളിൽ ബോർഡുമൊക്കെ കോട്ട് ചെയ്ത് വരില്ല, അതിലേതോ കോട്ട മറ്റേ ഫെയിലേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ കുറച്ചും കൂടി നമ്മളൊരു ഇംഗ്ലീഷിൽ പുലികളാണെന്ന് മനസ്സിലാവട്ടെ. ലൈക്ക് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷിൽ. പിന്നെ നിങ്ങളിങ്ങനെ സീരീസ്, ആനിമി ഒക്കെ കാണുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും ആനിമിയിലൊക്കെ കുറേ നല്ല കോട്ടുകളൊക്കെ അവരുടെ ഡയലോഗ്സൊക്കെ നല്ല കോട്ട് ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ അതൊക്കെ അതിനെ ആനിമി കാണണം എന്നല്ല പറയണം, പക്ഷേ ആനിമി ലവേഴ്സ് മനസ്സിലാവുമായിരിക്കും, നല്ല കോട്ടൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഇംഗ്ലീഷ് അങ്ങനെയാണ്. ടെക്സ്റ്റ് വായിക്കാം, ജസ്റ്റ് നോട്ട്സൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. പിന്നെ ഇങ്ങനെ കുറച്ച് കോട്ട്സ്, ഗ്രാമർ മസ്റ്റായിട്ട് പഠിക്കാം. പിന്നെ ചാപ്റ്റേഴ്സിൻ്റെ നെയിമും
ഓതർ, പിന്നെ ഇതിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്, അതൊക്കെ ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞു. പിന്നെ നോർമൽ ഞാൻ പറഞ്ഞ നിങ്ങൾ എടുത്തിങ്ങനെ ലാംഗ്വേജ്, സാൻസ്ക്രിറ്റ്, മലയാളം, അത് ഈസിയാണുള്ളത്. ഏറ്റവും നന്നായി മാർക്സ് കുറയാൻ പറ്റും. അതൊക്കെ നിങ്ങൾ നോർമൽ പഠിച്ചാൽ മതി. സാൻസ്ക്രിറ്റ് പറയുകയാണെങ്കിൽ സാൻസ്ക്രിറ്റ് ഞാൻ തലേദിവസമൊക്കെ ഇരുന്ന് പഠിക്കാം, കാരണം അത്ര ഈസിയാണ്. പക്ഷേ ബുക്കായിട്ടൊരു ബന്ധം വേണം, അല്ലെങ്കിൽ തലേദിവസം നോക്കിയാൽ പിന്നെ ഫുൾ കൺഫ്യൂഷൻ ആവും. ഇനി നമുക്ക് കോമേഴ്സിൻ്റെ മെയിൻ സബ്ജക്റ്റിലോട്ട് വരാം. മെയിനായിട്ട് 4 സബ്ജക്ട്സ് ആണ്, അല്ല ആക്ച്വലി 3. അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് ബിസിനസ് സ്റ്റഡീസ്. പിന്നെ ഒരു സബ്ജക്റ്റ് ചിലവർക്ക് എക്കണോമിക്സ് അല്ലായിരുന്നു ഗൈസ്. ഒരെണ്ണം മാത്സ് ആണ്, ഒരെണ്ണം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. എനിക്ക് മാത്സ് എടുക്കണം എന്നായിരുന്നു, ബട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് മീൻസ് ലൈക്ക് ഈ ഒരു ലൊക്കാലിറ്റിയിലൊന്നും മാത്സ് ഇല്ല, കോമേഴ്സ് മാത്സ് ഇല്ല, കുറച്ച് അകലെ പോകണം. അപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തു. ബട്ട് ഇപ്പോൾ എനിക്ക് നന്നായി തോന്നുന്നു, കാരണം കോമേഴ്സത്തെ മാത്സ് ഭയങ്കര ടഫാണെന്ന് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ഈസിയർ ദാൻ മാത്സ്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത്യാവശ്യം സിമ്പിളാണ്, കൂടുതലും തിയറിയാണ്. പക്ഷേ നെക്സ്റ്റ് ഇയർ തൊട്ടാണ് പ്രാക്ടിക്കൽ. അപ്പോൾ ഭയങ്കര ഈസിയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. പിന്നെന്താ, കുറച്ചിങ്ങനെ പ്രോഗ്രാംസ് എഴുതാനും എറർ ഡിറ്റക്റ്റ് ചെയ്യാനും അങ്ങനത്തെ ഒക്കെ വരും. അതൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലെ സിൻടാക്സുകൾ പഠിച്ചാൽ മതി. അത് നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ സിൻടാക്സ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ സിമ്പിളാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഈസ് ഈസി, വെരി ഈസി സബ്ജക്റ്റ് ടു സ്കോർ ഗുഡ് മാർക്സ്. പിന്നെ നമുക്ക് മെയിൻ സബ്ജക്റ്റ് 3 സബ്ജക്റ്റാണ് മെയിൻ. ഓക്കെ, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ബിസിനസ്. ഫസ്റ്റ് നമുക്ക് ഏത് പറയാം? അക്കൗണ്ടൻസി പറയാം. അക്കൗണ്ടൻസി കുറേ പേര്, ഞാൻ 10th കുറേ പേര് പറയും അക്കൗണ്ടൻസി ഇസ് വെരി വെരി ടഫ്. നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് പോലത്തെ ഒരു സംഭവമാണ് സയൻസ് ഭയങ്കര ടഫാണ്, കൊമേഴ്സ് പഠിക്കാത്ത പിള്ളേർ എടുക്കുന്നതാണ്, ഭയങ്കര ഈസിയാണ് അങ്ങനെയൊക്കെ. ബട്ട് ആക്ച്വലി കൊമേഴ്സ് ഈസ് ഓൾസോ ടഫ്. ഓരോ സബ്ജക്റ്റിന് അതിൻ്റെ ടഫും ഈസിനെസ്സും ഉണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല കൊമേഴ്സും സയൻസിനെക്കാളും ടഫാണ്. ഓഫ് കോഴ്സ് സയൻസാണ് ടഫ് എല്ലാത്തിനും, പക്ഷെ കൊമേഴ്സും അതിൻ്റേതായ ടഫ്നെസ് ഉണ്ട് ഗൈസ്. ഈസിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, ടഫ്നെസ് ഉണ്ട്. എവറിത്തിങ് ഹാസ് ഇറ്റ്സ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ്, ലൈക്ക് ദാറ്റ് കൊമേഴ്സ് ഓൾസോ ഹാവ് ദാറ്റ്. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടൻസി എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സബ്ജക്റ്റാണ്. ഞാൻ ആദ്യം പേടിച്ചിട്ടൊക്കെ വന്ന +1 അക്കൗണ്ടൻസി എല്ലാവരും ടഫ് എന്ന് പറയുന്നത് എന്താവും എനിക്ക് ഐ ഹാഡ് നോ ഐഡിയ അബൌട്ട് ദാറ്റ്. പിന്നെ എനിക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് മാത്സ് വരുന്നുണ്ട്. മാത്സ് മീൻസ് ലൈക്ക് അങ്ങനെ ഫോർമുല ഇട്ടല്ല, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം. അക്കൗണ്ടൻസി ഒരു ബേസ് സെറ്റ് ആയിട്ടില്ലെങ്കിൽ അക്കൗണ്ടൻസി ഭയങ്കര ടഫാവും. സീരിയസ്ലി ഗൈസ്, നിങ്ങൾ മെയിൻ അല്ല ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കാണ്ടൊന്നും പിന്നെ പഠിക്കാം എന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ലാത്ത ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. ബിക്കോസ് അക്കൗണ്ടൻസി തുടക്കത്തിൽ മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഇറ്റ്സ് വെരി ടഫ്. കാരണം ബേസിലാണ് അതിൻ്റെ ആ നാക്ക് മൊത്തം ഇരിക്കണം. നമ്മൾ ബേസ് മര്യാദയ്ക്ക് നന്നായി പഠിക്കണം. ബേസ് നന്നായി പഠിക്കണം. അപ്പോൾ കോർ സബ്ജക്റ്റാണ് കൊമേഴ്സിലെ അക്കൗണ്ടൻസി. ആ അക്കൗണ്ടൻസിയിൽ ബേസ് പോയാൽ പിന്നെ ആ സബ്ജക്റ്റ് നിങ്ങൾ നോക്കണ്ട. സോ ഫസ്റ്റ് തൊട്ട് ഏത് സബ്ജക്റ്റ് നിങ്ങൾ അത് വിചാരിച്ച എല്ലാ സബ്ജക്റ്റും പഠിക്കരുതെന്നല്ല, പഠിക്കാണ്ടിരുന്നാലും അക്കൗണ്ടൻസി നിങ്ങൾ ദയവ് ചെയ്ത് നോക്കണം കേസ്, അല്ലെങ്കിൽ പെടും. ലാസ്റ്റ് കരയേണ്ടി വരും. ഞാൻ കരയേണ്ടി വന്നിട്ടില്ല, ബട്ട് ഐ ഹാവ് സീൻ പീപ്പിൾ ഹു ആർ ക്രൈങ് റൈറ്റ് നോ ആഫ്റ്റർ ദി എക്സാംസ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻസി ബേസ് നന്നായി സെറ്റാക്കുക. പിന്നെ പഠിച്ചാൽ മതി. കുറച്ച് തിയറിയൊക്കെ ഉള്ളൂ, കൂടുതലും പ്രോബ്ലംസ് ആണ് വരാം. അപ്പോൾ പിന്നെ അത് സെറ്റാണ്, പഠിച്ചാൽ സെറ്റ് സാധനം. പിന്നെ PYQ നോക്കണം, അതിൽ നിന്ന് മെയിനായിട്ട് വരും. PYQs നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടി എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ കഴിയും. കാരണം നമ്മൾ ജസ്റ്റ് നോർമൽ ഇങ്ങനെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് പോലെ ചെയ്തു പോയാൽ കുറച്ച് ടഫാവും എക്സാം. കാരണം PYQ നോക്കണം. PYQ ബേസ്ഡ് ആയിരിക്കുമല്ലോ നമ്മുടെ നെക്സ്റ്റ് പേപ്പർ വരാം. അപ്പോൾ PYQs മുമ്പത്തെ വർഷത്തെ ട്വിസ്റ്റർ ആണെങ്കിൽ അത് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് പോകാം, നമുക്ക് കുറച്ചും കൂടി ഈസി ആവും ആൻസർ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ. സോ ദാറ്റ് എക്കണോമിക്സ് അതൊക്കെ ഉള്ളൂ. പിന്നെ വരുന്നത് എക്കണോമിക്സ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഇതും കുറേ പേര് ടഫാന്ന് വരും, പക്ഷേ എക്കണോമിക്സ് ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ വൈ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എക്കണോമിക്സ് 2 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വൺ ഈസ് ഇന്ത്യൻ എക്കണോമി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്. ഇന്ത്യൻ എക്കണോമി നമ്മുടെ സോഷ്യൽ പോലെയാണ്. സോഷ്യലിന് അത്ര വാസ്റ്റ് ഒന്നുമല്ല, കുറേ ഒന്നും അധികം ഒന്നുമില്ല, കുറച്ച് ഉള്ളൂ. 8 chapters for Indian economy and 8 chapters for static.
ഇന്ത്യൻ എക്കണോമി അത്യാവശ്യം ഈസിയാണ്, കുറച്ചുള്ളൂ, എനിക്ക് ഭയങ്കര ഈസി അതുകൊണ്ട് എനിക്ക് എക്കണോമിക്സ് ഇഷ്ടം, പെട്ടെന്ന് പഠിച്ചു വരും ഇന്ത്യൻ എക്കണോമി. അതിനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരാമെന്നറിയാം. പിന്നെ സ്റ്റാറ്റി വരാണെങ്കിൽ സ്റ്റാറ്റി കുറച്ചും കൂടി കൺഫ്യൂസ്ഡ് ആക്കും നമ്മളെ, കാരണം കുറേ ഫോർമുലാസ് ഉണ്ട്, ഒരു ചാപ്റ്ററിൽ തന്നെ കുറേ ഫോർമുലാസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫോർമുലാസൊക്കെ അപ്പം തന്നെ പഠിക്കുക, പിന്നെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ഓരോ ചാപ്റ്ററിലെ ഫോർമുലാസ് എഴുതും, എന്നിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് എക്സാമുകൾ വരാം. പിന്നെ പ്രോബ്ലംസ് ഒക്കെ 1-2 ചെയ്താലും ഓക്കെ ആണ്. സ്റ്റാറ്റിയിൽ പിന്നെ കുറച്ച് തിയറികൾ, അതും ഈസി, വൺ വേർഡ് 1 സെൻറ്റൻസ് അങ്ങനെയൊക്കെയാണ്, ഭയങ്കര ഈസിയാണ്. പിന്നെ എന്താ പറയാൻ, ലാസ്റ്റ് സബ്ജക്റ്റ് ഈസ് ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസ് നമ്മളെ വെള്ളം കുടിപ്പിക്കുന്ന സബ്ജക്റ്റാണെന്ന് ഞാൻ പറയും. കാരണം ഇതിലൊരു 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. 11 ചാപ്റ്റേഴ്സിലും ഓരോ പേജിലും ഓരോ ലൈനും പഠിക്കാനുള്ളതാണ്. കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. നമ്മളിപ്പോൾ പിന്നെ പഠിക്കാമെന്ന് വെച്ചാൽ ഗൈസ് നിങ്ങൾ ലാസ്റ്റ് പെടും. കാരണം കുറേ ഉണ്ടാണ് അതിൽ പഠിക്കാൻ, കുറേ പോയിന്റും, നമുക്ക് ആകെ ഭയങ്കര കൺഫ്യൂഷനാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ്. ബട്ട് അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്ക് അത് ഭയങ്കര ഈസി സബ്ജക്റ്റാണ്. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇതിലൊക്കെ എഴുതിയാലൊക്കെ തന്നെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ആണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻസി ബിസിനസ് സ്റ്റഡീസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ബിസിനസ് സ്റ്റഡീസ് ഈസി സബ്ജക്റ്റാണ്. പക്ഷേ പിന്നീട് പഠിക്കാം എന്ന് പറഞ്ഞിങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിരിക്കും. എനിക്കത് ഡിഫിക്കൽട്ട്, ആദ്യം എനിക്ക് സിമ്പിളായിരുന്നു ബിസിനസ് സ്റ്റഡീസ്, കാരണം ഞാൻ തുടക്കത്തിൽ +1 ആവേശത്തിൽ ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും നന്നായി പഠിച്ച് ഫുൾ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് സൂപ്പർ പഠിത്തമായിരുന്നു. പക്ഷേ ഒരു സെക്കൻഡ് ടേം ആയപ്പോൾ പിന്നെ ഞാൻ ഉഴപ്പി തുടങ്ങി. പിന്നെ എക്സാമിന് പഠിക്കാം അങ്ങനെ പറഞ്ഞ ഒരു പകുതി ചാപ്റ്റേഴ്സോളം ഞാൻ പഠിക്കാൻ വെച്ചു. പിന്നെ മോഡലിൻ്റെ തലേദിവസം, പ്രീ മോഡലിൻ്റെ തലേദിവസം അങ്ങനെ പറഞ്ഞ് രാത്രി തൊട്ട് രാവിലെ വരെ ഇരുന്ന് പഠിച്ചിട്ടൊക്കെയാണ് ഞാൻ ഭ്രാന്ത് തോന്നി. അങ്ങനെ പെട്ട ആളാണ് ഞാൻ ആ സബ്ജക്റ്റിലൊക്കെ. അപ്പോൾ ആ അവസ്ഥ നിങ്ങൾക്ക് വരരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ടിപ്സൊക്കെ തരുന്നത്. ബിസിനസ് പിന്നെ കുറേ പേര് ഇങ്ങനെ ഷോർട്ട് പോയിന്റ്സ് ഒക്കെ ആയിട്ട് പേപ്പറിലൊക്കെ എഴുതി പഠിക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്തെങ്കിൽ കുറച്ചും കൂടി ഈസി ആവും. ഓരോ ലൈനും പഠിക്കാനുള്ളൂ, കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷെ അതിന് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററും പഠിക്കുക, പിന്നെ ഇടയ്ക്ക് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ മറന്നു പോകും. അപ്പോൾ അതൊക്കെ തന്നെയാണ് കോമേഴ്സ് സ്റ്റുഡൻസിന് എനിക്ക് തരാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്. കോമേഴ്സ് അങ്ങനെ ഭയങ്കര ഹാർഡ് വർക്ക് എടുത്ത് പഠിക്കണം ഞാൻ പറയില്ല, കുറച്ച് സ്മാർട്ട് വർക്കായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമോ ഇല്ലെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. എനിക്കറിയില്ല ഈ വീഡിയോ എങ്ങനെയാണ് ടേൺ ഔട്ട് ആയിക്കണേ. ബട്ട് ഐ ഹോപ്പ് നല്ല കോണ്ടൻ്റ് ആയിട്ട് ഇനിയും യൂട്യൂബ് ചാനൽ വരാമെന്ന്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബിക്കോസ് നിങ്ങളാണ് എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടുള്ളത് നിങ്ങളായിരുന്നു ഗൈസ്. ബിഗ് ക്ലാപ്സ് ഫോർ യു. ഓക്കെ, അപ്പോൾ ഇനി എന്ത് വീഡിയോസ് ചെയ്യാം? ഞാൻ വിചാരിക്കുന്നു സ്റ്റഡി ടിപ്സൊക്കെ ചെയ്യാം. ഞാൻ അത്ര പ്രോ എന്നല്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ഗീവ് യു സം ഗുഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ യുവർ സ്റ്റഡീസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്.